ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ പ്രൊമോ ആണ് ആദ്യം പറയാൻ പോണത്. അങ്ങനെ പ്രൊമോയിലാണെന്നുണ്ടെങ്കിൽ ശ്രുതി ഇങ്ങനെ അശ്വിൻ്റെ അടുത്ത് നിൽക്കുകയാണ്. സാറിനെ സാറിനെയും കൂട്ടിക്കൊണ്ടേ പോവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കരയാണ്. അശ്വിനും കരയുന്നുണ്ട്. ശ്രുതി എന്ന് പറഞ്ഞിട്ട് അശ്വിൻ പൊട്ടിക്കരയാണ്. അവൾ എത്രമാത്രം ദ്രോഹിച്ചതാണ്, പക്ഷെ എനിക്കൊരു ആപത്ത് വന്നപ്പോൾ എൻ്റെ ശ്രുതി മാത്രമേ അടുത്തുള്ളൂ, എൻ്റെ ശ്രുതി എത്രമാത്രം കഷ്ടപ്പെട്ട് ഇവിടെയും വരെ വന്നു എന്നൊക്കെ ആലോചിച്ചിട്ട് നമ്മുടെ അശ്വിനാണെങ്കിൽ പൊട്ടിക്കരയാട്ടോ. ശ്രുതി അശ്വിൻ്റെ കൈകളിലേക്ക് ചേർത്ത് പിടിക്കുകയാണ്. പെട്ടെന്ന് അശ്വിൻ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ശ്രുതി അവിടെ കാണുന്നില്ല. അത് അശ്വിന്റെ സ്വപ്നം മാത്രമായിരുന്നു കേട്ടോ. അത് സ്വപ്നമാണെന്ന് പറഞ്ഞ അശ്വിൻ ആകെ തകർന്നു പോവാണ്. തന്റെ അടുത്ത് ശ്രുതി വന്നു എന്ന് വെച്ചിട്ട് ആകെ സന്തോഷത്തിലായിരുന്നു അശ്വിൻ. അപ്പോഴാണ് അത് സ്വപ്നമാണെന്ന് മനസ്സിലായത്. അതേസമയം ശ്രുതിയാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്നിട്ട് ഒരേ ഒരു ആലോചനയാണ്. എന്നാലും അശ്വിൻ സാറിനെ കുറിച്ച് ഒരു വിവരമില്ലല്ലോ ഈശ്വര. അശ്വിൻ സാർ എന്നാലും എവിടെയായിരിക്കും? എന്തെങ്കിലുമൊക്കെ ഒരു വിവരം കിട്ടിയേ പറ്റൂ. അപ്പോഴാണ് ശ്രുതിക്ക് ഒരു ഓർമ്മ വരുന്നത്. വേറൊന്നുമല്ല, ഈ ശ്യാമിന് ശ്രുതിക്ക് ചെറിയൊരു സംശയമുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ശ്യാം റൂമിൽ നിന്ന് പോകുന്ന സമയത്ത് ശ്യാമിന്റെ മൊബൈൽ ചെക്ക് ചെയ്യാൻ വേണ്ടി തന്നെ ശ്രുതി തീരുമാനിക്കുകയാണ്. അങ്ങനെ ശ്രുതി നോക്കുമ്പോഴേക്കും ശ്യാം മൊബൈൽ അവിടെ വെച്ചിട്ട് പുറത്തേക്ക് ജസ്റ്റ് ഒന്ന് റൂമിന്റെ പുറത്തേക്ക് ഒന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ. അവിടേക്ക് ശ്രുതി ഓടി ചാടി വേഗം തന്നെ ശ്യാമിന്റെ റൂമിലേക്ക് എത്തുകയാണ്. അഞ്ജലിയുടെ ശ്യാമിന്റെ റൂമിലേക്ക് എത്തുകയാണ്. ശ്യാമിന്റെ മൊബൈൽ വേഗം തന്നെ ശ്രുതി എടുക്കുന്നുണ്ട്. അതിൽ ടച്ച് പാസ്വേഡ് ആണ്, അതായത് ടച്ച് ഫോൺ ആയതുകൊണ്ട് പാസ്വേഡ് ആണ്. ഹിന്ദിയിൽ ശരിക്കും പറഞ്ഞാൽ പാസ്വേഡ് ഒന്നും ഇല്ല. ഇതിലിപ്പോ മൊബൈൽ ടച്ച് ഫോൺ ആയതുകൊണ്ട് അതിൽ പാസ്വേഡ് ഉണ്ട് കേട്ടോ. ശ്രുതി ഒരുപാട് 2 പ്രാവശ്യം ടൈപ്പ് ചെയ്യണത് തെറ്റായിരിക്കും. 3ാമത്തെ പ്രാവശ്യം ശ്രുതി നോക്കുമ്പോൾ അതിന്റെ ശ്യാമിന്റെ വിരലടയാളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ രീതിയിൽ ടൈപ്പ് ചെയ്ത് നോക്കാൻ വെച്ചിട്ട് ടൈപ്പ് ചെയ്യുമ്പോഴേക്കും പാസ്വേഡ് കറക്റ്റ് ആയിരിക്കും. അങ്ങനെ ശ്രുതിക്ക് ഫോൺ ഓപ്പൺ ചെയ്യാൻ പറ്റുകയാണ്. പക്ഷെ ശ്രുതിക്ക് ഒരുപാട് നേരം ഒന്നും ഫോൺ നോക്കാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ ശ്രുതി നോക്കുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് മുകളിൽ വന്ന് കിടക്കുന്ന മെസ്സേജസ് ആണ്, അതായത് ഇൻബോക്സിൽ വന്നിരിക്കുന്ന മെസ്സേജസ് ആണ് ശ്രുതി ആദ്യം കാണുന്നത്. അതിലാണ് 10 ലക്ഷം രൂപ ശ്യാം വിഡ്രോ ചെയ്തിട്ട് കാണിക്കുന്നുണ്ട്. അത് കാണുന്ന ശ്രുതി ആകട്ടെ ഒരു ഷോക്കാവണം. പക്ഷേ 10 ലക്ഷം രൂപ വിഡ്രോ ചെയ്തിട്ടുണ്ട്, ഇതിലെന്തോ കള്ളത്തരമുണ്ട് എന്നൊക്കെ ശ്രുതിക്ക് മനസ്സിലാവാട്ടോ. അങ്ങനെ ശ്രുതി പെട്ടെന്ന് നോക്കുമ്പോഴേക്കും ശ്യാം അവിടേക്ക് നടന്നു വരികയാണ്. ശ്രുതി ഒന്നറിഞ്ഞ വേഗം തന്നെ ഫോൺ കട്ടിലിൽ തന്നെ വെച്ചിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുവാട്ടോ ചെയ്യുന്നത്. ശ്യാം ആണെങ്കിൽ മൊബൈൽ എടുത്തിട്ട് ഫോണിൽ സംസാരിക്കുന്നത് ശ്രുതി കേൾക്കുന്നുണ്ട്. വേറൊന്നുമല്ല, ശ്യാം ആരുടെ ഷൗട്ട് ചെയ്യാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ചെയ്തില്ലേ, നിങ്ങളൊക്കെ എന്തിനാണോ ഞാൻ അവിടെ നിർത്തിയിരിക്കുന്നത്? വെറുതെ ഭക്ഷണവും കഴിച്ച് തിന്നു ഉറങ്ങി നിന്നോളും. ഞാൻ പറഞ്ഞ പോലെ ചെയ്തില്ലെങ്കിൽ ഇനി ശ്യാം ആരാന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കും. ഇത്ര ദിവസമായിട്ട് നിങ്ങൾക്ക് അതിനെ കൊണ്ട് സാധിച്ചില്ലേ എന്നൊക്കെ പറയാണ്. അപ്പൊ ശ്രുതിനെ വിചാരിക്കണം, അതിനെ കൊണ്ട് സാധിച്ചില്ലെന്നോ? ആരെ കൊണ്ടിട്ടായിരിക്കും, ആരെ കുറിച്ചായിരിക്കും ശ്യാം പറയുന്നത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ചെവി ഇങ്ങനെ കോർത്തു വെക്കുക കേട്ടോ. അങ്ങനെ ശ്യാം പറയുന്നുണ്ട്, ശരി ഒരു കാര്യം ചെയ്യാം, ഇന്ന് 8 മണിക്ക് ഷാർപ്പ് 8 മണിക്ക് രാത്രി ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് അയാളെ കൊണ്ടുപോവാ. ബാക്കി നമുക്ക് എന്താ വെച്ചാൽ തീരുമാനിക്കാം എന്ന് പറയണം. അങ്ങനെ ശ്യാം മൊബൈൽ അവിടെ വെച്ചിട്ട് പോകുന്നുണ്ട് കേട്ടോ. ശ്രുതി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കണേ, എന്നാലും 8 മണിക്ക് എന്തായിരിക്കും ഇനി അശ്വിൻ സാറിനെ കുറിച്ചിട്ടാണോ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി 8 മണിക്ക് ശ്യാമിന്റെ പുറകെ ഫോളോ ചെയ്ത് അവിടെ എത്തിയേ പറ്റൂ എന്ന് ശ്രുതി മനസ്സിലുറപ്പാക്കിയാണ്. അങ്ങനെ കറക്റ്റ് 8 മണിക്ക് തൊട്ട് മുമ്പ് തന്നെ ശ്യാം വീട്ടിൽ നിന്ന് പുറപ്പെടുന്നുണ്ട്. പല കള്ളങ്ങളും പായിട്ടാണ് ശ്യാം പുറപ്പെടുന്നത് കേട്ടോ. മനോരമനെ കൂട്ടാതെ തന്നെ ശ്രുതി വേഗം തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ്. ശ്യാം പോയ വഴിക്ക് ശ്രുതിയും പോകുന്നുണ്ട്. അതൊരു ഇടുങ്ങിയ വഴിയായിട്ടോ, അതായത് അധികം ആൾക്കാരൊന്നും പോവാത്ത ഒരു സ്ഥലമാണ്. അവിടെ ശ്യാം ഒരു പൊളിഞ്ഞ കെട്ടിടത്തിന്റെ ഉള്ളിലേക്ക് കയറുവാണ്. ശ്രുതിയാണെങ്കിൽ അതിനുള്ളിലേക്ക് കയറുന്നില്ല. അതിന്റെ പുറകിലായിട്ട് ഒരു വാതിലുണ്ട്. ആ വാതിലെ സൈഡിൽ നിന്ന് ഇങ്ങനെ ചെവി കോർത്ത് വെച്ചാൽ ശരിക്കും കേൾക്കാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശ്രുതി ഇങ്ങനെ ചെവി ഇങ്ങനെ കോർത്ത് വെച്ച് കേൾക്കുകയാണ്. ശ്യാം ഇങ്ങനെ ഗുണ്ടകളത്ത് പൊട്ടിത്തെറിക്കുകയാണ്. നിങ്ങളൊക്കെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക ഇവിടെ? ഞാൻ പറഞ്ഞ പോലെ ഒന്നും ചെയ്യില്ല, വെറുതെ വന്നോളൂ ഓരോന്നൊക്കെ. എത്ര ദിവസം ഇതിപ്പോ ഓരോന്നൊക്കെ ആലോചിച്ചിരുന്നിട്ട് ഞാൻ എന്നെ പൊട്ടനാക്കാൻ വേണ്ടി നോക്കുവാണോ? നിങ്ങൾ ശരിക്കും ഗുണ്ടകൾ തന്നെയാണോ എന്നൊക്കെ വെച്ചാൽ ഗുണ്ടകൾ ഭയങ്കര വഴക്കൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ശ്രുതി ഇങ്ങനെ ശ്രദ്ധിച്ച ശേഷം അശ്വിന്റെ പേര് കേൾക്കുന്നില്ല. അശ്വിന്റെ പേരൊന്നും കേൾക്കുന്നില്ലല്ലോ. അശ്വിൻ സാറിനെ കുറിച്ചിട്ടാണ് ഇയാൾ പറഞ്ഞത്. ഒന്നും കൂടി ചെവി അടുത്ത് വെച്ച് കേട്ട് നോക്കാം എന്ന് പറഞ്ഞിട്ട് ശ്രുതി ഒന്നും കൂടി ചെവി അടുത്ത് വെക്കുമ്പോൾ ആ വാതിൽ ലോക്ക് അല്ലായിരിക്കും. അപ്പൊ പഴയ വാതിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തുറന്നു പോവാണ്. വാതില് തുറന്നു പോകുമ്പോൾ തന്നെ ശ്രുതി അവിടെ നിന്ന് ഓടുക കേട്ടോ. ഓടുമ്പോ ശ്യാമിനെ കാര്യം മനസ്സിലായി. ആരോ ശ്യാമും ഗുണ്ടകളും സംസാരിച്ചത് കേട്ടിട്ടുണ്ടെന്നാ. ശ്യാം പെട്ടെന്ന് തന്നെ ഗുണ്ടകൾക്ക് പറയാണ്, എടോ എവിടെ വായി നോക്കി നിൽക്കുവാടോ, ആരാടൊന്ന് പോയി നോക്കടോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞേക്കാണ്. അങ്ങനെ ഗുണ്ടകൾ ശ്രുതിയുടെ പിന്നാലെ തന്നെ ഓടുന്നുണ്ട് കേട്ടോ. ശ്രുതി മുമ്പിലേക്ക് ഓടുവാണ്. പക്ഷെ ശ്രുതി മുമ്പിലേക്ക് ഓടുന്നത് തൊട്ട് മുമ്പിൽ തന്നെ വേറൊരു ഗുണ്ട വന്ന് നിൽക്കുന്നുണ്ട്. ആ ഗുണ്ടയുടെ തൊട്ടു പിന്നാലെ ശ്രുതിയുടെ ചുറ്റും ഗുണ്ടകൾ വന്ന് വളയുവാണ്. ആരാ നീ, എന്തിനാ നീ ഈ പാതിരാത്രിക്ക് ഇവിടെ വന്നത്? ആരാടി നീ എന്തിനാടി ഇവിടെ വന്നത് എന്നൊക്കെ ചോദിക്കാണ്. അത് ഞാൻ പിന്നെ വഴിതെറ്റി വന്നതാണ് എന്ന രീതിയിൽ ശ്രുതി ഇങ്ങനെ ഒന്നൊക്കെ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പൊ ശ്രുതിയുടെ സംസാരത്തിന്റെ സൗണ്ട് കേൾക്കുമ്പോഴേക്കും ശ്യാമിനെ മനസ്സിലാവണേ ശ്രുതിയാണോ അത് എന്ന് പറഞ്ഞിട്ട് ശ്യാം പുറത്തേക്ക് വരുമ്പോഴേക്കും ശ്രുതി നീ എന്താ ഇവിടെ ചോദിക്കുമ്പോ അത് പോട്ടെ ശ്യാം സാർ എന്താ ഇവിടെ? അപ്പോഴേക്കും ശ്യാം ഗുണ്ടകൾക്ക് പണ്ടത് എനിക്ക് അറിയാവുന്ന ആളാണ്, നിങ്ങൾ പോയിക്കൊള്ളാൻ വേണ്ടി പറയണം. ശ്യാം എന്നിട്ട് പിന്നെ പല കള്ളങ്ങൾ പറയാണ്. ഇത് ഞാനൊരു വക്കീലാണ്, ക്രിമിനൽ വക്കീലാണ്, എനിക്ക് പല ആൾക്കാരെ കാണേണ്ടിയൊക്കെ വരും.
ചിലപ്പോൾ ചില കേസുകൾ ഒത്തുതീർപ്പാക്കാണ്ട് ഗുണ്ടകളെയൊക്കെ വെക്കേണ്ടി വരും. അതേ വേണ്ടി ഞാൻ ഇവിടെ വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് പല കള്ളങ്ങളും പറയാണ് ശ്യാം. ശ്രുതി ചോദിക്കുന്നുണ്ട്, പിന്നെ നിങ്ങൾ ഇതിനെ 10 ലക്ഷം രൂപ വിഡ്രോ ചെയ്തെന്ന് ചോദിക്കുമ്പോൾ അത് ഞങ്ങളുടെ വീടിന്റെ ആവശ്യത്തിന് വേണ്ടി വിഡ്രോ ചെയ്താണ്. പുതിയ വീട് ഉണ്ടാക്കുന്നുണ്ടല്ലോ, അപ്പൊ അതിന്റെ ആവശ്യത്തിന് വേണ്ടി വിഡ്രോ ചെയ്താണ് 10 ലക്ഷം രൂപ. അഞ്ജലി എനിക്ക് തന്ന പൈസയാണെന്നൊക്കെ പറയാണ്. അതിനുശേഷമാണെങ്കിൽ ശ്രുതിക്ക് അതൊന്നും തന്നെ വിശ്വാസമാവുന്നില്ല കേട്ടോ. അപ്പൊ നാളത്തെ എപ്പിസോഡിൽ ഇത്രയും ഭാഗമേ ഉള്ളൂ. അപ്പൊ ഞാനിപ്പോ പറയാൻ പോണത് ഇന്നലെ പറഞ്ഞു തീർത്തതിന്റെ ബാക്കി ഭാഗമാട്ടോ. അതായത് ഇന്നത്തെ എപ്പിസോഡിൽ ശ്രുതിയും അതുപോലെ തന്നെ മനോരമയും കൂടി ആ ഒരു CCTV ദൃശ്യങ്ങൾ നോക്കിയപ്പോഴേക്കും ഒരാളുടെ കയ്യിൽ ടാറ്റു വരച്ചത് കണ്ടില്ലായിരുന്നോ? അപ്പൊ ശ്രുതിക്ക് അതൊരു ക്ലൂ ആട്ടോ. അത് ആരാണ് എന്ന് കണ്ടുപിടിക്കാനാണ് ശ്രുതി പിന്നീട് നോക്കുന്നത്. ശ്രുതി കറക്റ്റ് ആയിട്ട് അയാളുടെ മുമ്പിൽ തന്നെ വന്ന് പെടുന്നുണ്ട് കേട്ടോ. അതൊരു ചെറുപ്പക്കാരനാണ്. അയാൾ ഈ പാൻപരാക്ക്, വെറ്റിലപ്പാക്ക് അങ്ങനെയൊക്കെ വിൽക്കുന്ന കടയുണ്ടല്ലോ, ആ കടയിൽ അവിടെ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ പാക്ക് ഇങ്ങനെ മേടിക്കാൻ വേണ്ടി കൈ ഇങ്ങനെ നീട്ടുന്ന സമയത്ത് കയ്യിൽ ആ ഒരു ടാറ്റു ശ്രുതി കാണുവാണ്. ആ ടാറ്റു കാണുന്നത് ശ്രുതി ഇങ്ങനെ ഈ ടാറ്റു ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് ആലോചിക്കുമ്പോഴാണ് മറ്റേ വിമാനത്താവള, അതായത് ആ എയർപോർട്ടിൽ പോയ സമയത്ത് ആ ഒരു അയാളുടെ കയ്യിൽ ഒരു ടാറ്റു കണ്ടല്ലോ, അശ്വിന്റെ മുതുകത്ത് ഇങ്ങനെ പിടിച്ചാളുടെ കയ്യിലെ ടാറ്റു, ആ സെയിം ടാറ്റു ആണെന്ന് ശ്രുതിക്ക് മനസ്സിലാവണം. അപ്പൊ ഇയാൾ തന്നെയാണ് മുഖ്യ തലവൻ എന്ന് മനസ്സിലായ ശ്രുതി വേഗം തന്നെ അയാളുടെ പുറകിലേക്ക് ഇങ്ങനെ പോകുവാട്ടോ. അങ്ങനെ അയാളിങ്ങനെ മുമ്പിൽ നടക്കുന്നുണ്ട്, ശ്രുതി തൊട്ടു പിന്നാലെ നടക്കുന്നുണ്ട്. അങ്ങനെ പതുക്കെ പതുക്കെ ശ്രുതി അയാളെ പുറകെ പോകണം. പക്ഷേ ശ്രുതി പറ്റും കേട്ടോ, കാരണം മനസ്സിലാവുന്നുണ്ട് ശ്രുതി ഇയാളെ ഫോളോ ചെയ്തിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ഇയാൾ എന്താ ചെയ്യുക, ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് എത്തുമ്പോഴേക്കും ഒറ്റ അടി വെച്ച് കൊടുക്കും. എന്നിട്ട് ശ്രുതിനെ വലിച്ചഴച്ചു കൊണ്ടുപോവാണ്. വേറെ എവിടെയല്ല വലിച്ചടിച്ചുകൊണ്ട് പോകുന്നത്, അശ്വിൻ ഇപ്പൊ കെട്ടിട്ടുണ്ടല്ലോ ഒരു സ്ഥലത്ത്, അതാണ് ശ്രുതി കൊണ്ടുപോയിരുന്നത്. അപ്പൊ ഈ ഭാഗമാണ് നമ്മൾ കാത്തിരുന്ന ആ ഒരു ഹിന്ദിയിലെ ഭാഗം. ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് നൈറ്റ് പോലെയൊക്കെ ഒരു ഭാഗമെന്ന്, അത് ശരിക്കും പറഞ്ഞാൽ ഈ രാത്രി സംഭവിക്കുന്ന ഭാഗങ്ങളാണ് കേട്ടോ. അങ്ങനെ അശ്വിൻ ശ്രുതിനെ കാണുവാണ്. അങ്ങനെ അവർ കണ്ടിട്ട് ഭയങ്കര സന്തോഷമൊക്കെ ആവുന്നുണ്ട്. അശ്വിൻ ശ്രുതിനെ ചേർത്തൊക്കെ പിടിക്കുന്നുണ്ട്. പക്ഷെ അശ്വിന്റെ ശ്രുതിയെ നിൽക്കുന്ന അതിന്റെ ചുറ്റും നിറച്ചും ഗുണ്ടകളാണ്. കാരണം ഇവരെ പുറത്ത് കടക്കാൻ വേണ്ടി സമ്മതിക്കാതിരിക്കാനായിട്ട് ഗുണ്ടകൾ അവിടെ നിൽക്കുകയാണ്. അപ്പൊ അശ്വിൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ശ്രുതിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അശ്വിൻ അവിടെ ഒരു കാര്യം ചെയ്യും. അതെന്താന്നുള്ളതിന് അടുത്ത റിവ്യൂ ആയിട്ട് പറയാൻ കാണാം. എല്ലാം കൂടി പറയുമ്പോഴേക്കും കേൾക്കുന്ന ആൾക്കാർക്കും ഭയങ്കര കൺഫ്യൂഷനായി പോകും. ഇത് ആദ്യമായിട്ട് കേൾക്കുമ്പോഴേക്കും എല്ലാവർക്കും ഇത് ഹിന്ദിയിൽ കണ്ടവർക്ക് അറിയായിരിക്കും ഇത് കറക്റ്റ് ആയിട്ട് ശരിയാണ്, ഇത് അങ്ങനെ തന്നെയാണെന്ന്. പക്ഷെ ഇത് കാണാത്തവർക്ക് പെട്ടെന്ന് ഞാൻ പറയുമ്പോഴേക്കും അയ്യോ അതെന്താ അങ്ങനെ ഇങ്ങനെ അവർ മനസ്സിലായിട്ട് കൺഫ്യൂഷൻ ആവില്ലേ. അതുകൊണ്ട് ഇത്രയും ഞാൻ പറയുന്നുള്ളൂ. അശ്വിൻ എങ്ങനെയാണ് അവിടെ നിന്ന് ശ്രുതിനെ രക്ഷിക്കാന്നുള്ള ഭാഗം വെച്ചിട്ട് ഞാൻ ഇവിടെ നിർത്താണ്. ബാക്കിയുള്ള ഒരു റിവ്യൂ നാളത്തെ പ്രൊമോ വരുമ്പോൾ അതിന്റെ ബാക്കിയായിട്ട് ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ. എന്തായാലും ഈ ഒരു പോകലിന്റെ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് ഈ മലയാളത്തിൽ കുറച്ചുകൂടി ഷോർട്ട് ആയിട്ടാണ് കേട്ടോ കാണിക്കണത്. മറ്റേതിൽ 2-3 ആഴ്ച എന്തോ ഉണ്ട് ഈ അശ്വിന്റെ തട്ടിക്കൊണ്ട ഭാഗം. ഇതിൽ പക്ഷേ ഈ ആഴ്ചയും അടുത്ത ആഴ്ച പകുതി ആകുമ്പോഴേക്കും മിക്കവാറും ഇത് തീരും. തട്ടിക്കൊണ്ടുള്ള പോലെ ഭാഗങ്ങളൊക്കെ തീരാനാണ് ചാൻസ്. നല്ല ഭാഗങ്ങളൊക്കെ കേട്ടോ. ശ്രുതിനെ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ വണ്ടി നിങ്ങളെ തള്ളിയിടുന്ന പോലത്തെ ഭാഗമൊക്കെ, അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ല സൂപ്പർ ആയിട്ടുള്ള ഭാഗങ്ങളാണ്. അതൊക്കെ എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ശ്രുതി കൊക്കയിലേക്ക് ഇങ്ങനെ വീഴുമ്പോഴേക്കും അശ്വിനിങ്ങനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്വാസം കൊടുക്കുന്നതും, ശ്രുതി മരിച്ചു പോയെന്ന് വിചാരിച്ചിട്ട് അശ്വിൻ ഇങ്ങനെ ശ്രുതിനെ ഇങ്ങനെ മരിച്ചുപോയ ശ്രുതിനെ ഇങ്ങനെ കൈ പിടിച്ച് നിൽക്കുന്നുണ്ട്. പക്ഷെ ശ്രുതി മരിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ മരിച്ചുപോയി നിന്നെ എനിക്ക് വിട്ട് കളയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചേർത്ത് പിടിക്കുന്ന ഭാഗമൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല രസമാണ്. അതൊക്കെ ഞാൻ ഓൾറെഡി ഓരോരോ ഭാഗങ്ങളായിട്ട് തന്നെ പറയാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.